ഇക്കാര്യത്തിൽ പിന്നെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് സത്യത്തിൽ അതുകൂടി. അതിൻ്റെ കാര്യങ്ങളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏത് വിധേന അതെങ്ങനെ കൊടുക്കാൻ കഴിയും എന്നുള്ള അതിൻ്റെ ഒരു ഷെഡ്യൂൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ആ വിഷയത്തിൽ ഇടപെടും. ഡിജിറ്റൽ ലൈബ്രറികൾ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലായിടത്തും എത്തി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏതായിരുന്നാലും അത് കാര്യക്ഷമമാക്കുന്നതിനുള്ള ഇടപെടലുകൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഹയർ സെക്കൻഡറിക്ക് സത്യത്തിൽ വേണ്ട മറ്റ് പോസ്റ്റുകളൊന്നും ഇത്രയും വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടില്ല. സ്റ്റാഫ്, മറ്റ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഹയർ സെക്കൻഡറിക്ക് തുടക്കം മുതലേ അനുവദിച്ചിട്ടില്ല. ലാബ് അസിസ്റ്റൻസ് ഒഴികെ ബാക്കിയുള്ള ഒരു കാര്യത്തിനും അവർക്ക് പിന്നെ ക്ലറിക്കൽ വർക്കും മറ്റുമൊക്കെ നടത്തുന്നതിനുള്ള സ്റ്റാഫില്ല. അതുപോലെ തന്നെ പിന്നെ കായിക അധ്യാപകരില്ല. ഇതൊന്നും അങ്ങനെ ഒരു പോസ്റ്റേ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിലൊക്കെ ഇപ്പോൾ താങ്കൾ ചോദിച്ചതുപോലുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതിയും പരിശോധിക്കണം. ഇതൊക്കെ വേണമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമ്മുടെ ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു സെക്ടറാണ്. അവിടെ കായികാധ്യാപകരും ഒക്കെ ഇന്നത്തെ കാലത്ത് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മറ്റ് കാര്യങ്ങൾക്ക് കുട്ടികളുടെ മറ്റ് അവരുടെ ഒഫീഷ്യലായ മറ്റ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ പിന്നെ സ്റ്റാഫാണ്. ക്ലറിക്കൽ വർക്ക് ധാരാളം ഉണ്ടാവും. അതൊക്കെ അധ്യാപകരും പ്രിൻസിപ്പളും ഒക്കെ ചെയ്യേണ്ട അവസ്ഥയാണെന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു ഒരു പിന്നെ പോസ്റ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല. ഇത്രയും ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റാഫിനെ നിയമിക്കുമ്പോൾ അത് വലിയ സാമ്പത്തിക ബാധ്യത ആ കാര്യത്തിൽ വരും. ഏതായിരുന്നാലും ഞങ്ങൾ അതിനൊരു പ്രപ്പോസൽ തയ്യാറാക്കി ഗവൺമെൻറ്റിന് മുമ്പിൽ സമർപ്പിക്കും. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അതിനൊക്കെ അനുമതി കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, സെൻസസുമായി ബന്ധപ്പെട്ട് സെൻസസ് ഡ്യൂട്ടി ഉള്ള ആളുകൾക്ക് പിന്നെ ട്രാൻസ്ഫർ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഒരു കേന്ദ്ര ഗൈഡ് ലൈനാണ്. സെൻസസ് കേന്ദ്രമാണല്ലോ നടത്തുന്നത്. പക്ഷെ അതിൽ ഞങ്ങൾക്ക് ചില വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ജില്ലയിൽ തന്നെയുള്ള ആളുകൾ അല്ലെങ്കിൽ ജില്ലയ്ക്ക് പുറത്തുള്ളവരാണെങ്കിലും സെൻസസിൻ്റെ ഡ്യൂട്ടി ഈ ജൂലൈ മാസത്തിൽ കുറച്ച് ദിവസം വരും. ഇപ്പോൾ ഡിജിറ്റലായി തുടങ്ങി, അല്ലെങ്കിൽ ഈ സമയത്ത് കുറച്ച് ദിവസം വരും. പിന്നെ ബാക്കി അതിൻ്റെ പൂർത്തീകരണം ഫെബ്രുവരിയിലാണ്. അങ്ങനെയാണ് അതിൻ്റെ ഘടന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ വർഷങ്ങളായി കാത്തു നിൽക്കുന്ന ഈ ട്രാൻസ്ഫറുകൾ പിന്നെ അവർക്ക് നഷ്ടപ്പെടേണ്ടതില്ല. നഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. പക്ഷേ ഇതൊരു കേന്ദ്രത്തിൻ്റെ ഗൈഡ് ലൈനാണ്. അത് മാറ്റാനും ഈ ട്രാൻസ്ഫറുകൾ നടത്താനുമുള്ള ഒരു സംവിധാനം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അധ്യാപക സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വന്ന ശക്തമായ നിർദ്ദേശത്തെ തുടർന്ന് ഞങ്ങൾ ആ വിഷയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അല്ല, പൊതുഭരണ വകുപ്പിന് അങ്ങനെ ഒരു ഡയറക്ഷൻ കിട്ടിയത് കൊണ്ടാണ് അത് മാറ്റണമെന്ന് തന്നെയാണ് നമ്മളെ അഭിപ്രായം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കേന്ദ്രത്തിൽ നിന്നുള്ള അനുമതി വേണ്ടി വരും. കേന്ദ്രത്തിൽ നിന്നുള്ള ഡയറക്ഷൻ കൊണ്ടാണല്ലോ ഇത് നിർത്തിവെച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ ഈ പറഞ്ഞ ഒരുപാട് വശങ്ങളുണ്ട്. കാരണം ഇപ്പോൾ ഒരാൾ ഒരുപാട് വർഷമായി കാത്തിരിക്കുന്ന ഒരു ട്രാൻസ്ഫർ, അയാൾക്കത് അവസരം വരുന്ന സമയത്ത് ഇതും പറഞ്ഞ് ഒരു കൊല്ലം അയാളെ തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ല. അയാൾക്ക് എവിടെയാണോ സെൻസസ് ഡ്യൂട്ടി അവിടെ അത് നിർവഹിച്ചാൽ മതി. ആ സമയത്ത് എല്ലാം കൂടി ഒരു 10-15 ദിവസത്തെ ഡ്യൂട്ടി ഈ കാര്യത്തിൽ ഉണ്ടാകുന്നത്. അത് ആ സമയത്ത് എവിടെയാണോ ഡ്യൂട്ടി അവിടെ പോയി നിർവഹിച്ചാൽ മതി. അല്ല, ട്രാൻസ്ഫറിന് അത് ബാധിക്കേണ്ടതില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. ഈ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട് അധ്യാപകരുടെ ആവശ്യപ്രകാരം. ഞാൻ എൻ്റെ അടുത്തൊരു നിവേദനം വന്നതിനെ തുടർന്ന് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സെൻസസ് ഡ്യൂട്ടി ഇല്ലാത്തവരെ ഇത് സോർട്ട് ചെയ്തിട്ട് ഡ്യൂട്ടി ഉള്ളവരും ഡ്യൂട്ടി ഇല്ലാത്തവരാക്കി മാറ്റിയിട്ട് ഡ്യൂട്ടി ഇല്ലാത്തവരത് തടസ്സമില്ലാതെ ഒബ്ജക്ഷൻ ഇല്ലാതെ പോവാമല്ലോ. ആ നിലക്ക് DGക്ക് അന്ന് തന്നെ നമ്മൾ നിർദ്ദേശം കൊടുത്താണ്. സത്യത്തിൽ ഇത് സെൻട്രൽ ഗവൺമെൻറ് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ വിഷയത്തിനും ഈ അധ്യാപകരെ ഇങ്ങനെ പൊതുകാര്യങ്ങൾക്ക് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം നമുക്കുണ്ട്. ഇപ്പോൾ SIR വന്നാലും കുറേ അധ്യാപകരെ അതിൻ്റെ പേരിൽ ഡ്യൂട്ടി, സെൻസസ് ആയാലും തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ അധ്യയന നഷ്ടം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. സത്യത്തിൽ അങ്ങനെ ഏറ്റവും പെട്ടെന്ന് എടുക്കാവുന്ന ഒരു വിഭാഗം എന്നുള്ള നിലക്കാണ് അധ്യാപകർ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെ എടുക്കരുത് അത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇതൊക്കെ കാലങ്ങളായിട്ട് നടന്നു വരുന്ന കാര്യമാണ്. ബദൽ ക്രമീകരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഒരു 2 ആഴ്ച ഈ ജൂലൈയിലാണ് ഈ സെൻസസിൻ്റെ പ്രാഥമിക സംഗതി വരിക. പിന്നെ ഇതിൻ്റെ പൂർത്തീകരണം ഫെബ്രുവരിയിലാണ് പോലും. അപ്പോൾ 2 സമയത്തും ഈ 2 ആഴ്ചകളെ ഇതിന് പോവുള്ളൂ എന്നാണ് പറയുന്നത്.
അല്ല, അത് നമ്മുടെയൊക്കെ നടത്തുന്ന ഒരു പ്രഷറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇങ്ങനെ ഇത് വന്നിട്ടുണ്ടാകുക. കാരണം ഇപ്പോൾ ഇവിടെ ചോദിച്ച പോലെ തന്നെ അധ്യാപകരെല്ലാം കൂടി എടുത്ത് ഒരു സ്കൂളിൻ്റെ പ്രവർത്തനം ആഴ്ചകൾ അവതാളത്തിലാക്കുന്നത് ശരിയല്ല. വ്യാപകമായ അധ്യാപകർ ഇതിനെടുക്കുന്നത് ശരിയല്ല, അവരുടെ ട്രാൻസ്ഫർ തടയുന്നത് ശരിയല്ല എന്ന് ഞാനുൾപ്പെടെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുമായിരിക്കാം. അല്ല, ഇത് വായനാദിനത്തിൻ്റെ പത്രസമ്മേളനമാണ്. മുൻ വിദ്യാഭ്യാസ മന്ത്രിയോ അദ്ദേഹമല്ല അതൊക്കെ ചെയ്ത്. LDF എന്തുകൊണ്ട് മുന്നോട്ട് പോയില്ല? LDF ആണല്ലോ അത് തുടങ്ങി വെച്ചത്, അല്ലെങ്കിൽ ഈ പ്രശ്നമില്ലല്ലോ. ഈ PM ശ്രീ എന്ന പദ്ധതിയിൽ വിയോജിച്ച് നിന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം, തമിഴ്നാട്, ബംഗാൾ. അങ്ങനെ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായ കേരളം പെട്ടെന്ന് പോയി ഒപ്പിട്ടതല്ലേ ഇപ്പോൾ കേരളത്തിലുണ്ടായ പ്രതിസന്ധി. ആരാ ഒപ്പിട്ടത്? ഞങ്ങളല്ലല്ലോ. 2025 അന്ന് നിലവിലുള്ള ഗവൺമെൻറ്റല്ലേ ഒപ്പിട്ടത്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ പറഞ്ഞാലോ? നിങ്ങൾക്കൊക്കെ അറിയണതല്ലേ. അന്ന് ഒപ്പിട്ട ആളുകൾ ഇപ്പം എന്തിനാ അതിനെ എതിർക്കണേ? അല്ല, പറ്റില്ല എന്ന് പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം PM ശ്രീയിലെ ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ UDFൻ്റെയോ ഒക്കെ നിലപാട് വളരെ വ്യക്തമാണ്. ഞാനിത് പലതവണ വിശദീകരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു സ്റ്റാറ്റസ് എന്താണ്? അവ്യക്തത എന്തുകൊണ്ട് നിലനിൽക്കുന്നു? കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ടതിന് ശേഷം പിന്നെന്താ നടന്നത്? പിന്നെ അവർക്കിടയിൽ പൊതുവിലൂടെ വിമർശനങ്ങൾ വന്നു, അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായി. മന്ത്രിസഭാ ഉപസമിതിയെ തീർച്ചപ്പെടുത്തി. ആ മന്ത്രിസഭാ ഉപസമിതി ഒരു ദിവസം കൂടി യോഗം ചേർന്നിട്ടില്ല. പഴയ മിനിറ്റ്സ് ഞാൻ ഇന്നലെ കണ്ടു. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചിട്ട് ഇവരെന്ത് ചെയ്തു? ഒരു മെമ്മോ, ഒരു കുറിപ്പ്, ഒരു കത്ത് കേന്ദ്രത്തിന് കൊടുത്തു. ഈ ഉപസമിതിയുടെ അഭിപ്രായം വരുന്നത് വരെ നേരത്തെ ഒപ്പിട്ട കരാറിലെ തുടർ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുക, മരവിപ്പിക്കുക, കെപ്റ്റ് ഇൻ അബയൻസ്. പിന്നെ അതിനുശേഷം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പ്രതിസന്ധി ഉണ്ടാക്കിയത്, മറ്റത് ഒപ്പിടാതെ പോകുന്ന ഒരു സ്റ്റേറ്റ്, ആ രൂപത്തിലാണ് നമ്മൾ പോയിരുന്നത്. അങ്ങനെ പൊക്കോട്ടെ. പക്ഷേ അതിൽ പോയി ഒപ്പിട്ട് ഈ പ്രതിസന്ധി ഉണ്ടാക്കിയവർ ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് അത്ര ശരിയാണോ? നമ്മളൊന്നും അത്ര ഓർമ്മയില്ലാത്ത ആളുകളല്ലല്ലോ മലയാളികൾ, കേരളത്തിലെ ജനങ്ങൾ. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് പിന്നെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ് ഈ ഗവൺമെൻറ്. ഇനി ഇതിൽ നിന്ന് എന്താണ്, എങ്ങനെയാണ് ഈ കാര്യം? അല്ലാതെ ഒപ്പിട്ടൊരു സംഗതി സംബന്ധിച്ചിടത്തോളം ഞങ്ങളെന്താ പറയുക? അല്ല, ഞങ്ങൾ ഈ കാര്യത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ് അടുത്ത ഗവൺമെൻറ്. അപ്പോൾ ഇതിൽ എന്ത് നടപടി സ്വീകരിക്കണം? കേരള ബന്ധങ്ങളിൽ ഒരുപാട് സംഗതികളുണ്ട്. സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻഷിപ്പിൽ ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ ആവശ്യമായ ചർച്ചകളുണ്ടാവും. അപ്പോൾ ഇത് കേന്ദ്രത്തിൻ്റെ മുമ്പിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? കേരള ഗവൺമെൻറ് മന്ത്രിസഭാ ഉപസമിതി തീരുമാനം അറിയിക്കുന്നവരെ മരവിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരു സംഗതിയിൽ എന്ത് വേണമെന്നുള്ളത് ഗവൺമെൻറ്റും തീർച്ചയായും അതിൻ്റെ രാഷ്ട്രീയമുണ്ട്. ഇവിടെ കോൺഗ്രസും ലീഗും UDF നേതൃത്വം നൽകുന്നൊരു ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ രാഷ്ട്രീയ നിലപാടുകൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അഭിപ്രായം ആ കാര്യത്തിലുണ്ടാവും. അപ്പോൾ അത് വൈകാതെ വരും. നിങ്ങൾ നാളെ ഉണ്ടാകുമെന്ന് ക്യാബിനറ്റിലെ കാര്യങ്ങളൊക്കെ അന്തിമമായിട്ട് പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. അതിനെ സംബന്ധിച്ച് അതിലൊരു അംഗമായ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഒരു ശരികേടുണ്ടല്ലോ, അതുകൊണ്ട് ഞാനത് പറയുന്നു. അല്ല, ഞാൻ പറഞ്ഞില്ല, അതൊക്കെ കോൺഫിഡൻഷ്യലല്ലേ, തീർച്ചയായും ചോദിക്കുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അതുങ്ങൾ തീർച്ചയായും ചോദിക്കും എന്നുള്ളത് വാർത്തയാക്കണ്ട. ഒരു വകുപ്പിനെ സംബന്ധിച്ച കാര്യങ്ങൾ ആ വകുപ്പിനോടല്ലേ ചോദിക്കുക. അപ്പോൾ ക്യാബിനറ്റിൽ ചർച്ചകളുണ്ടാകും. അതൊരു തീരുമാനത്തിലെത്തിയാൽ ക്യാബിനറ്റിൻ്റെ തലവൻ എന്നുള്ള ആൾക്ക് മുഖ്യമന്ത്രി പറയും.